വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 കോ-പവർഡ് ബൈ KSFയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സബ് ജൂനിയർ കാറ്റഗറിയുടെ വാശിയേറിയ മത്സരങ്ങളാണ് ഓരോ എപ്പിസോഡിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ പുലിക്കുട്ടികളെ നമുക്ക് വെൽക്കം ചെയ്യാൻ സമയമായി. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദി വെരി ഫസ്റ്റ് ടീം A, Bhavans Elamakara from Ernakulam. Team B, GUPS Chavara South from Kollam. Team C, St. Thomas HSS Nadavayal from Wayanad. Team D, Village International School Kumaramangalam Idukki. Team A, introduce ചെയ്യാമോ? എൻ്റെ പേര് ദിലൻ ഡോൺ. ഞാൻ ഭവൻസ് വിദ്യ എളമക്കരയിലെ ക്ലാസ് 7 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് പ്രണവ് സന്തോഷ്. ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരത്തെ ക്ലാസ് 7 വിദ്യാർത്ഥി. ടീം ബി. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവഹരി HS. ഞാൻ കൊല്ലം ജില്ലയിലെ GUPS ചവറ സൗത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അതിദേവി. ഞാൻ GUPS ചവറ സൗത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടീം സി. ഞാൻ മുഹമ്മദ് അമിൻഷ. വയനാട്ടിലെ സെന്റ് തോമസ് HS നടവയിൽ നിന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഇബാദിയ നൗറീൻ. ഞാൻ സെന്റ് തോമസ് HSS നടവയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അടുത്ത ആള്. എൻ്റെ പേര് നമിത് കൃഷ്ണ. ഞാൻ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ കുമാരമംഗലത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജെയ്ക് ചെമ്പരത്തി. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ കുമാരമംഗലത്തിലാണ് പഠിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യ എക്സ്ക്ലൂസീവ് ക്വിസ് ട്രെയിനിങ് വർക്ക്ഷോപ്പായ Q പോസിറ്റീവിന്റെ സൃഷ്ടാവ് ദി OG ക്വിസ് ട്രെയിനർ സ്നേഹജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റൗണ്ട് 1, it is aura forming. അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്ന IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം സീസണിലെ 2ാം സെമി ഫൈനൽ സബ് ജൂനിയർ കാറ്റഗറിയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ യാത്ര. റൂൾസ് ഇതാണ്: 4 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 100 പോയിന്റുകൾ. ഡയറക്റ്റ് ചോദ്യമാണ്, +100 ഫോർ റൈറ്റ് ആൻസർ, നോ നെഗറ്റീവ് ഫോർ റോങ് ആൻസേഴ്സ്. അത് പാസ് ചെയ്ത് വന്ന് ഏത് ടീം ഉത്തരം പറഞ്ഞാലും +100, പാസ് ചെയ്ത് വരുമ്പോൾ തെറ്റിയാൽ നോ നെഗറ്റീവ്. പക്ഷേ ഏത് ടീമിന് വേണമെങ്കിലും പൗണ്ട് ചെയ്യാം. പൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബസർ പ്രസ് ചെയ്തിട്ട് ഉത്തരം എൻ്റർ ചെയ്യാൻ ഞാൻ പറയുമ്പോൾ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക വിത്തിൻ 30 seconds. ഓൾറൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ നിന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നു. പറയിപ്പറ്റ പന്തിരുകുലം മലയാളത്തിലെ ഒരു ഐതിഹ്യമാണ്. ഈ ഐതിഹ്യത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഗ്രീക്കിൽ ഇദ്ദേഹത്തിന് സമാനമായി സിസിഫസ് എന്ന കഥാപാത്രമാണ്. ഇദ്ദേഹത്തിന്റെ പേര് എന്ത് എന്നല്ല, ഇദ്ദേഹത്തിന്റെ പേര് നാരായണത്ത് ഭ്രാന്തൻ എന്നാണ്. എന്റെ ചോദ്യം: കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാൽ നിങ്ങൾക്ക് ഈ സ്മാരകം കാണാൻ സാധിക്കും? ബസർ അടിച്ചിരിക്കുന്നത് ടീം B ആണ്. ഡയറക്ട് ക്വസ്റ്റ്യൻ ടു ടീം A ആണ്. ടീം C, ടീം D നിങ്ങൾ ബസർ പ്രസ് ചെയ്യുന്നുണ്ടോ? ഫോൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ടീം B, എൻ്റർ യുവർ ആൻസേഴ്സ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൾറൈറ്റ്. സോ ഹിയർ വി ഗോ. ദിലൻ ഡോണും പ്രണവ് സന്തോഷും ഉത്തരം പറയാൻ പോകുന്നു. കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാൽ നിങ്ങൾക്ക് രായരനെല്ലൂർ മല കയറാം? ടീം A, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ പോയാൽ നിങ്ങൾക്ക് രായരനെല്ലൂർ മല കയറാമെന്നാണ് ടീം A പറയുന്നത്. എറണാകുളം ജില്ലയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് അല്ലേ? നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. ടീം C, തൃശൂർ ജില്ലയിൽ പോയിട്ടുണ്ടോ? ടീം D, ഞാനത് പാസ് ചെയ്യുന്നു. ഇടുക്കി. നിങ്ങൾ ഇടുക്കി പറഞ്ഞു. ഇടുക്കി എന്ന ഉത്തരം ഞാൻ എടുക്കുന്നു. ഇടുക്കി അല്ല. ടീം B പൗണ്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് എന്നാണ്. റൈറ്റ് ആൻസർ. രായരനെല്ലൂർ മല പാലക്കാട് ജില്ല തന്നെയാണ്. +100. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ലഭിക്കുന്നത് ടീം A നിങ്ങൾക്കാണ്. ഇന്ത്യയിൽ ഏത് പ്രദേശത്തുള്ള തടാകമാണ് ഈ ഷിക്കാരുകൾക്ക് പ്രശസ്തമായ, അതായത് ഗൊണ്ടോലകൾക്ക് പ്രശസ്തമായ പ്രദേശം വെനീസ് ആണ്. ഷിക്കാരുകൾക്ക് പ്രശസ്തമായ പ്രദേശം ഏത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ തടാകത്തിന്റെ പേര് ദൾ തടാകം എന്നാണ്. എവിടെ പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുമെന്നാണ്. ദൾ തടാകത്തിലെ ഷിക്കാരയിൽ യാത്ര ചെയ്യണമെങ്കിൽ ടീം എയോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. അതിനു മുൻപ് ടീം B, C, D നിങ്ങൾക്ക് വേണമെങ്കിൽ പൗണ്ട് ചെയ്യാം. ഷിക്കാര, ദൾ തടാകത്തിലെ ഷിക്കാരയിൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ പോകണം? ടീം B, C and D പോകുന്നുണ്ടോ? യെസ്. ടീം B and C, പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. B and C, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 2 ടീമുകളും പൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടീം A, ശ്രീനഗർ. റൈറ്റ് ആൻസർ, ശ്രീനഗർ.
ടീം ബിയും ടീം സിയും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നോക്കാം. ജമ്മു കാശ്മീർ എല്ലാം ശരി ഉത്തരങ്ങളാണ്. 100. വെൽ ഡൺ. മൈക്കിലൂടെ ഉത്തരം പറഞ്ഞത് ടീം എ ആയതുകൊണ്ട് അടുത്ത ചോദ്യം ഡയറക്റ്റ് ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. ടീം ബി. 2 പാർട്ടികളാണ്, ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും ഒന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം ആന, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം കഴുത. ഏത് രാജ്യത്തെ 2 പാർട്ടികളാണ് ഇവ? ടീം എ ബസർ ചെയ്യുന്നു. ടീം സി ആൻഡ് ഡി ബസർ ചെയ്യുന്നുണ്ടോ? ടീം സി ബസർ ചെയ്യുന്നു. ടീം ഡി ഇല്ല. സോ ടീം എ എൻ്റർ യുവർ ആൻസർ, ടീം സി എൻ്റർ യുവർ ആൻസർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടീം എയും ടീം സിയും അവരുടെ ഉത്തരങ്ങൾ പൗൺസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം എന്താണ് ടീം ബിയോട് ചോദിക്കാം. ശിവഹരിയും ആദിദേവും പറയുന്നു അമേരിക്ക. റൈറ്റ് ആൻസർ. ടീം എയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം സിയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം എ എൻ്റർ ചെയ്തത് USA, ടീം സി എൻ്റർ ചെയ്തത് USS. 100 to ടീം എ, 100 to ടീം ബി, 100 to ടീം സി. ഗുഡ് ഗോയിങ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം സി ദിസ് ടൈം. ക്വസ്റ്റ്യൻ നമ്പർ 4. 2 പേരെ നിങ്ങൾക്ക് അവിടെ കാണാം. രുചിപ്പെരുമയുടെ 2 ഇടങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. പഴയിടം മോഹനൻ നമ്പൂതിരി എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ പേരെന്താണ് എന്നാണ് നമ്മൾ പറയുന്ന പേര് മതിയോ? ആരാണ് ബസർ? ഒരു മിനിറ്റ്, ആരാണ് ബസർ ചെയ്തത് ആദ്യം? ഡി എ ബി. എൻ്റർ യുവർ ആൻസേഴ്സ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടീം എ ബി ഡി നിങ്ങൾ എൻ്റർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു അല്ലേ? സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു മുഹമ്മദ് അമീൻ ഷാ ആൻഡ് ഇബാദിയ നോറിൻ. ഷെഫ് പിള്ള. എന്താണ് ഷെഫ് പിള്ളയുടെ ശരിക്കും പേര്? ഓൾ റൈറ്റ്. നമുക്ക് ടീം ഡി എ ബി ഇവരുടെ ഉത്തരങ്ങൾ നോക്കാം. ഷെഫ് പിള്ള എല്ലാവരും അത് തന്നെയാണ് എഴുതിയത്. ബ്യൂട്ടിഫുള്ളി ആൻസർഡ് ബൈ ടീം ഇടുക്കി. ഷെഫ് പിള്ള. 100. ഒന്നാമത്തെ റൗണ്ടായ ഓരോ ഫാമിംഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ സാർ നമ്മൾ റൗണ്ട് 2ലേക്ക് കടക്കാൻ പോവാണ്. റൗണ്ട് 2 ഇറ്റ്സ് ക്ലീൻ സ്വീപ്പ്. ഇത് എൻ്ററിങ് ദ ആൻസർ റൗണ്ടാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓരോ ശരി ഉത്തരത്തിനും 200 പോയിന്റ് ആണ്. ഓരോ തെറ്റുത്തരത്തിനും -50 പോയിന്റ് ആണ്. ആൻസർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ക്വിസ് മാസ്റ്റർ പറയുമ്പോഴാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് എൻ്റർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബസർ പ്രസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസർ പ്രസ് ചെയ്ത് യു ഇൻഡിക്കേറ്റ് ദാറ്റ് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. മാൻ ഓഫ് ആക്ഷൻ എന്ന കമ്പനിയാണ് ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഈ കഥാപാത്രത്തിന്റെ കയ്യിലുള്ള അത്ഭുതങ്ങൾക്ക് പ്രാപ്തിയുള്ള ഒരു ഡിവൈസാണ് ചിത്രത്തിൽ കാണുന്നത്. അതിന്റെ പേര് ഓംനിട്രിക്സ് എന്നാണ്. എന്റെ ചോദ്യം ഏതാണ് ഈ കഥാപാത്രം എന്നാണ്. ബസർ പ്രസ് ചെയ്തോ? സി എ പ്രസ് ചെയ്തോ? ബി. എല്ലാവരും ബസർ പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? എൻ്റർ യുവർ ആൻസേഴ്സ്. യെസ്, എൻ്റർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു അല്ലേ? മാൻ ഓഫ് ആക്ഷൻ സ്റ്റുഡിയോസ് സൃഷ്ടിച്ച ആ കഥാപാത്രം, ഓംനിട്രിക്സ് എന്ന ഈ വാച്ച് ധരിക്കുന്ന ഈ കഥാപാത്രം ആര് എന്ന് നോക്കാം. ടീം എ ബി സി ഡി എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ 4ഉം സെയിം ആണ്. ബെൻ 10. റൈറ്റ് ആൻസർ. ടീം എ ബി സി ഡി 4 ടീമുകളും 200 പോയിന്റുകൾ നേടുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. This is a question related to astronomy as well as mythology. ഹിന്ദു പുരാണ പ്രകാരവും അസ്ട്രോണമി പ്രകാരവുമുള്ള ഒരു ചോദ്യമാണ്. ചിത്രത്തിൽ കാണുന്നത് ലൂനാർ നോഡ്സ് ആണ്. ലൂനാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട. When moon's orbit crosses the Earth's orbital plane around the sun. അതൊക്കെയാണ് നിങ്ങളിൽ കാണുന്നത്. എർത്തിന്റെ ഓർബിറ്റൽ പ്ലെയിൻ കാണാം, സൺ കാണാം. സൗത്ത് നോഡിന്റെ പേര് കേതു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നോർത്ത് നോഡിന്റെ പേര് എന്താണ്? ടീം എ ബസർ പ്രസ് ചെയ്തു, ഡി ബസർ പ്രസ് ചെയ്തു. ബിയും സിയും അത് എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ടീം എ ആൻഡ് ടീം ഡി എൻ്റർ യുവർ ആൻസേഴ്സ്. എൻ്റർ ചെയ്തോ? സബ്മിറ്റ് ചെയ്തു. ടീം ഡി ഇടുക്കി ടീം നിങ്ങൾ സബ്മിറ്റ് ചെയ്തോ? യെസ്. സോ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം എ ആൻഡ് ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ ടീം എ രാഹു എന്നാണ്. ഡി എൻ്റർ ചെയ്ത ഉത്തരം ശുക്രൻ എന്നാണ്. These are known as shadow planets. ഷാഡോ പ്ലാനറ്റ്സ് എന്നാണ് പറയാ. ശരിക്കുള്ള പ്ലാനറ്റ് അല്ല. ഒന്ന് കേതു ആണെങ്കിൽ മറ്റേത് രാഹു ആണ്. രാഹുകാലം എന്ന് നമ്മൾ പറയാറില്ലേ? ടീം എ 200 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം ഡി 50 പോയിന്റുകൾ നഷ്ടപ്പെടുന്നു. 7th question in this quiz.
ചിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടൊയോട്ട എന്ന് പറഞ്ഞ പ്രശസ്തമായ കമ്പനിയുടെ സബ്സിഡറി ആയ ഡെൻസോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഡെൻസോ എന്ന കമ്പനി 1994 നടത്തിയ ഒരു കണ്ടുപിടുത്തമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയർസ് ഉള്ള ഒരു ഗെയിമാണ്. ഗെയിമിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവർ ഈ കണ്ടുപിടുത്തം നടത്തിയത്. 1994 ടൊയോട്ടയുടെ സബ്സിഡറി ആയ ഡെൻസോ കമ്പനി നടത്തിയ ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഇന്നോവേഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, ലോകത്തിന് നൽകിയത് എന്താണ്? ഇന്ന് അത് വളരെ സർവ്വസാധാരണമാണ്. ജപ്പാൻ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇവിടെയും ഒരുപക്ഷെ നിങ്ങളും ഇത് ഉപയോഗിച്ച് കാണും. എന്താണ് ടൊയോട്ട ഡെൻസോ കണ്ടുപിടിച്ചത് എന്നാണ് ചോദ്യം. ടീം എ ആൻഡ് ഡി, നിങ്ങൾ ബസ് ചെയ്യുന്നുണ്ടോ? വേഗം തീരുമാനിക്കൂ. യെസ്, ടീം ഡി. സോ ടീം ബിയും സിയും ഡിയും എൻട്രി യുവർ ആൻസേഴ്സ്. സബ്മിറ്റ് ചെയ്തോ? ബി, സി, ഡി സബ്മിറ്റ് ചെയ്തു. ടൈം ഈസ് ഓവർ. ഇവർ എൻട്രി ചെയ്ത ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ബി എൻട്രി ചെയ്തിരിക്കുന്നത് QR കോഡ് എന്നാണ്. സി എൻട്രി ചെയ്ത ഉത്തരം ഡൊമിനോസ് എന്നാണ്. ഡി എൻട്രി ചെയ്ത ഉത്തരം കാൽക്കുലേറ്റർ എന്നാണ്. ടൊയോട്ടയുടെ സബ്സിഡറി ഡെൻസോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് QR കോഡ് ഓർ ക്വിക്ക് റെസ്പോൺസ് കോഡ്. റൈറ്റ് ആൻസർ. ടീം ബി getting your 200 points. ടീം സി ആൻഡ് ഡി losing 50 points. Last question in this round. ഇത് സ്കാൻഡിനേവിയൻ മിത്തോളജി. സ്കാൻഡിനേവിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള ഫോക്ലോർ, നമ്മളിവിടെ ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളാണ്. മോൺസ്റ്റേഴ്സ് ആണ്. കേവ്, ഗുഹകളിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. സാധാരണ ഇരുട്ടാണ് ഇവർക്ക് പ്രിയം. കാരണം സൂര്യപ്രകാശം തട്ടിയാൽ ചിലപ്പോൾ അവര് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അവര് കല്ലായി പോവും എന്നൊക്കെയാണ് കഥകൾ. എന്റെ ചോദ്യം ഇതാണ്, ഈ കഥാപാത്രങ്ങളുടെ പേര് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന പേരാണ്. പക്ഷേ അത് ഈ കഥാപാത്രങ്ങളാണ് എന്ന് ചിലപ്പോൾ അറിയുകയുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ലോകപ്രശസ്തമായ ഏത് പേരാണ് ഈ കഥാപാത്രങ്ങളുടെ പേര്. യെസ്, ടീം സി എൻട്രി ചെയ്യുന്നു. സോ ലാസ്റ്റ് ചാൻസ് ടു ടീം എ, ബി ആൻഡ് ഡി. നിങ്ങൾ എൻട്രി ചെയ്യുന്നുണ്ടോ? എൻട്രി ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ടീം സി, പ്ലീസ് എൻട്രി യുവർ ആൻസേഴ്സ് ആൻഡ് സബ്മിറ്റ്. കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്തോ? വെൽ ഡൺ. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ടീം സി എൻറ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നോക്കാം. ലബൂബു എന്നാണ് ഉത്തരം പറഞ്ഞത്. ലബൂബു അല്ല ഇത്. ടീം സി getting -50. ഇതിന്റെ ഉത്തരം ട്രോൾ. ഇതാണ് ട്രോൾ. ക്ലീൻ സ്വീപ്പ് റൗണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. റൗണ്ട് 2 ഇവിടെ വൈൻഡപ്പ് ആവുമ്പോൾ നമുക്ക് സ്കോർ അറിയണം. സോ ലെറ്റ്സ് ചെക്ക് സ്കോർ ബോർഡ്. Team A 700 points. Team B 800 points. Team C it's 400 points. Team D 200 points. സംസ്ഥാന ദേശീയ ക്വിസ് വേദികളിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായ മഹാദേവ് നമ്പ്യാർ മികച്ചൊരു ക്വിസ് മാസ്റ്റർ കൂടിയാണ്. റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾ നയിച്ചിട്ടുള്ള അദ്ദേഹം നിലവിൽ IQA ഡൽഹി സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മഹാദേവ് നമ്പ്യാർ, our dearest quiz master on stage. Now we are moving on to round 3. It's Snap It. ഈ റൗണ്ടിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ 4 ക്വസ്റ്റ്യൻസിൽ ശരി ഉത്തരങ്ങൾക്ക് 100 പോയിന്റ് ആണ് ലഭിക്കുന്നത്. തെറ്റുത്തരമാണെങ്കിൽ -50. നിങ്ങൾക്ക് ഉത്തരങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഡിലേഡ് ആയ ആൻസർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ്, എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് ഒക്കെ നമുക്ക് -50 കിട്ടുന്നതായിരിക്കും. ഈ റൗണ്ടിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ ലോഗോ ആണ്. കണ്ണൂർ എയർപോർട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണൂർ എയർപോർട്ട് പറയുന്നത്? എന്റെ ലോഗോ ആണ്. അതിന്റെ ലോഗോ കണ്ടാൽ അറിയാം. അതിന്റെ ലോഗോയിൽ എന്താ ഉള്ളത്? കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു കണ്ണ് കണ്ടോണ്ട് പറഞ്ഞാണോ? അതിൽ കാണുന്ന കണ്ണ് തെയ്യത്തിന്റെ കണ്ണാണ്. തെയ്യം എവിടുന്നാണ് വരുന്നത്? എവിടെയാണ് ഫേമസ് ആയിട്ട്? നോർത്ത് മലബാർ. കണ്ണൂരിലാണ് ഏറ്റവും ഫേമസ് ആയിട്ട് തെയ്യങ്ങൾ ഉള്ളത്. സോ ബ്രില്യന്റ് ആൻസർ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂറോപ്പ, അയോ, കാലിസ്റ്റോ, ഗാനിമേഡ്, ഈ 4 എൻറ്റിറ്റിയെയും കണക്ട് ചെയ്യുന്നത് എന്താണ്? എന്താ നിങ്ങളുടെ ആൻസർ? ഗലീലിയൻ മൂൺസ്. ഏത് പ്ലാനറ്റിലാണ്? ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ മൂൺസ് ആണോ ഇതെല്ലാം? യെസ്. ഈ 4 മൂൺസും ആകെ 4 മൂണാണോ ജൂപ്പിറ്ററിനുള്ളത്? അല്ലല്ല, കുറെ ഉണ്ട്. പക്ഷെ ആ സ്പെസിഫിക് സെറ്റിന് ഗലീലിയൻ മൂൺസ് എന്നാണ് വിളിക്കുന്നത്. ഗലീലിയൻ മൂൺസ്. ബ്രില്യൻ ആൻസർ. എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്ററിലെ ഗലീലിയൻ മൂൺസ് തന്നെയാണ് ഇത്. ഈ ക്വിസിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ.
എനിക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ പേരല്ല, എനിക്ക് വേണ്ടത് ഒരു ഡേ അല്ലെങ്കിൽ ഒരു ദിനം. ടീം എ ഫ്രം എറണാകുളം, വാട്ട്സ് യുവർ ആൻസർ? നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. ഹൂസ് ദിസ്? ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജനാണ് ഇതെന്നാണ് പറയുന്നത്. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഇസ് നോട്ട് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ടീം, നിങ്ങളുടെ ആൻസർ എന്താണ്? ജനുവരി 28 ജനുവരി 28 എന്ത് ഡേ ആണ്? ശാസ്ത്ര ദിനം. നിങ്ങൾക്കൊരു -50 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നവരെ വെയിറ്റ് ചെയ്യാം. ടീം ബി ഫ്രം കൊല്ലം, എന്താണ് നിങ്ങളുടെ ആൻസർ? ഫെബ്രുവരി 28 എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ദേശീയ ശാസ്ത്ര ദിനം. ഒരു സ്ത്രീ അതിൽ കാണാം അല്ലേ? ആ ലേഡിയുടെ പേര് ലോകസുന്ദരി അമ്മാൾ എന്നാണ്. ലോകസുന്ദരി അമ്മാളിന്റെ ഭർത്താവിന്റെ പേര് സി വി രാമൻ എന്നാണോ? ശരിയായ ഉത്തരം. കൊല്ലം ഗെറ്റ്സ് 100 പോയിന്റ്സ്. ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം, പൈതിമാരി വെങ്കട്ട സുബറാവ്, വാട്ട്സ് യുവർ ആൻസർ? നാഷണൽ പ്ലഡ്ജ്. നാഷണൽ പ്ലഡ്ജ്, ക്യാൻ എക്സ്പ്ലെയിൻ? He was the one who made the national pledge. നാഷണൽ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? India is my country, all Indians are my brothers and sisters. ഇന്ത്യ ഇസ് മൈ കൺട്രി, All Indians are my brothers and sisters. അതാണ് നാഷണൽ പ്ലഡ്ജ്. അത് എഴുതിയത് ഇദ്ദേഹം എന്നാണോ പറയുന്നത്? Yes. ബ്രില്യന്റ് ആൻസർ. ടീം എ ഗെറ്റ്സ് 100 പോയിന്റ്സ്. അവർക്ക് നഷ്ടപ്പെട്ട പോയിന്റ്സ് അവർ തിരിച്ചെടുക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ പ്ലഡ്ജ് ആണ്. ഈ റൗണ്ട് ഇവിടെ കഴിയാണ്. Moving on to scoreboard. Team A 950 points. Team B 900 points. Team C 350 points. Team D 200 points. We would like to invite Snehat sir on stage. So round 4, it's plot twist. ആദ്യം ബസർ ചെയ്യുന്ന ടീമുകൾക്ക് ആദ്യം ബിഡ് ചെയ്യാം. 50, 100, 150, 200 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ബിഡ് ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. ശരി ഉത്തരമാണെങ്കിൽ നിങ്ങൾ എത്ര പോയിന്റിനാണോ ബിഡ് ചെയ്യുന്നത് അത്ര തന്നെ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. തെറ്റുത്തരമാണെങ്കിൽ അത്ര തന്നെ പോയിന്റുകൾ നഷ്ടപ്പെടും. ക്വസ്റ്റ്യൻ നമ്പർ 1. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് മോഹൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് എനിക്ക് വേണ്ട ചോദ്യം. എം മോഹൻദാസ് എന്ന് പറഞ്ഞ വ്യക്തിയുമായി ചേർന്ന് ഇദ്ദേഹം സൃഷ്ടിച്ച ആ കഥാപാത്രത്തെയാണ് എനിക്ക് വേണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഏത് കഥയിലാണ് ഇദ്ദേഹം സൃഷ്ടിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്? ആ കഥയുടെ പേരും ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ്. ഏത് പ്രശസ്തമായ കഥാപാത്രത്തിന്റെ ശില്പി എന്ന നിലയിൽ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തിയാണ് ചിത്രത്തിൽ കാണുന്ന എം മോഹൻ. ടീം ഡി ആണ് ആദ്യമായി ബസർ ചെയ്യുന്നത്. ഇടുക്കി ടീമാണ്. എത്ര പോയിന്റുകൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു? 50. ടീം എ, ബി, സി. കേരളത്തിൽ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഏത് കഥാപാത്രം, ഏത് കാർട്ടൂൺ സ്ട്രിപ്പ് എന്നാണ് എന്റെ ചോദ്യം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബസർ പ്രസ് ചെയ്ത് ബിഡ് എമൗണ്ട് മാറ്റാം. ടീം ഡി വീണ്ടും ബസർ ചെയ്യുന്നു. എത്ര പോയിന്റുകൾക്ക്? 200. ലോക്കിംഗ് ഇറ്റ്. വേറെ ആൾക്ക് കൊടുക്കുന്നില്ല. മായാവിയുടെ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എം മോഹനാണ് സൃഷ്ടാവ്. റൈറ്റ് ആൻസർ മായാവി. വെൽ ഡൺ. 200. ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, ഈസി 1. ആദ്യം ബസർ ചെയ്തിരിക്കുന്നത് ടീം 200. വേറെ ആർക്കും അത് വേണ്ട എന്നാണ്. ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട്. 200 പോയിന്റുകൾക്കായി നിങ്ങളുടെ ഉത്തരം അതാണ്. ശരിയാവുകയാണെങ്കിൽ +200. തെറ്റിയാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എത്രയായിരുന്നു? -200. -200 ആണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, +200. ജാക്ക് ഫ്രൂട്ട്, ചക്ക. 200 പോയിന്റുകൾ ഭവൻസ് ഇളമക്കരയെ തേടിയെത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. സാൻ ഗബ്രിയേൽ, സാൻ റാഫേൽ 2 കപ്പലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. എത്ര പോയിന്റുകൾക്ക്? 200. എന്താണ് 200 പോയിന്റുകൾക്കായുള്ള നിങ്ങളുടെ ആ ഉത്തരം? വാസ്കോഡിഗാമ വന്ന കപ്പൽ. വാസ്കോഡിഗാമ വന്ന കപ്പൽ ഇതിലേതാണ്? സാൻ ഗബ്രിയേൽ. അപ്പൊ സാൻ റാഫേൽ എന്താണ്? കൂടെ കൊണ്ടുവന്ന ചരക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്ന കപ്പൽ. പക്ഷെ എന്റെ ചോദ്യം എന്താണ്? ഇതെല്ലാം ആരുടെ കപ്പലുകൾ ആയിരുന്നു എന്നാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 200 points. വാസ്കോഡിഗാമ. The last question of this quiz. കിർഗിസ്ഥാന്റെ മാപ്പാണ്. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നിങ്ങൾ വലതുഭാഗത്ത് കാണുന്ന ആ ബിൽഡിംഗ്, ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്നു. കിർഗിസ്ഥാന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണിത്. പക്ഷേ ഇതേ പേരിലുള്ള ഒരു ഔദ്യോഗിക വസതി
മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനും കൂടെയുണ്ട്. അതാണ് ലോക പ്രശസ്തമായിട്ടുള്ളത്. അതേ പേര് തന്നെയാണ് കിർഗിസ്ഥാന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്കുമുള്ളത്. ഏതാണ് ആ ഔദ്യോഗിക വസതി എന്നാണ് ചോദ്യം. എത്ര പോയിന്റുകൾക്കായി? 50 പോയിന്റുകൾക്കായാണ് അവർ ബസർ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റിൽ ഓപ്പൺ ടു ടീം എ, ബി ആൻഡ് സി. സോ ടീം ബി, നിങ്ങൾക്ക് ഈ ക്വിസ് ജയിക്കണമെങ്കിൽ എത്ര പോയിന്റുകൾക്കായി ബസർ ചെയ്യണം? നിങ്ങൾക്ക് ഈ ക്വിസ് ജയിക്കണമെങ്കിൽ 100 പോയിന്റുകൾക്കായി അവർ ശ്രമിക്കുന്നു. യെസ്, പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടീം സിയിലേക്ക് പോയി. എത്ര പോയിന്റുകൾക്ക്? 200. They are locking it. കല്യാൺ ഭവൻ എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. അത് തെറ്റാണ്. കല്യാൺ ഭവൻ അല്ല കിർഗിസ്ഥാന്റെ പ്രസിഡന്റ് ഔദ്യോഗിക വസതി. എനിവൺ, അതല്ലേ റൂള്. എനിവൺ ക്യാൻ പ്രസ് ദി ബസർ. ശരിയാവുന്നത് വരെ ഏത് ടീമിനും ബസർ പ്രസ് ചെയ്യാം. എത്ര പോയിന്റ്? 100 പോയിന്റായി ടീം ഡി ബസർ ചെയ്തിരിക്കുകയാണ്. യെസ്, ടീം ബി 150. 150 പോയിന്റുകൾക്ക് ടീം ബി ശ്രമിക്കുന്നു. ടീം ഡി വീണ്ടും ബസർ ചെയ്തിരിക്കുകയാണ്. 200. ഈ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ്? വൈറ്റ് ഹൗസ് ആണോ? വൈറ്റ് ഹൗസ് ആണോന്നോ? വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി അല്ലേ? ആണ്. റൈറ്റ് ആൻസർ. 200 to Namit and Jake. We are coming to the end of semi-final 2. Let's check the scoreboard. Team A 1150 points. Team B 1100 points. Team C with 150 points. Team D 600 points. Professor and HOD, Department of Reproductive Medicine and Surgery, Amrita Fertility Center, Vaitala, and All Kerala Gynecology President Dr. Fessy Lewis T. Sarne ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And I would like to invite Mahadev sir and Fessy സാറിന് മെമെന്റോ കൈമാറുന്നതിനായിട്ട് I would like to invite നമ്മുടെ സ്വന്തം ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് ഓഫ് അമൃത TV അജയൻ കെ നായർ on stage. വാശേരി മത്സരത്തിനെ കൂടുതൽ ഒരു എൻകറേജ്മെന്റ് ആയിരിക്കണം വരും തലമുറയ്ക്ക്. ഇന്നത്തെ ഇവിടുത്തെ മക്കളുടെ പെർഫോമൻസ് കണ്ട് ശരിക്ക് അതിശയിച്ചു പോയി. ഇനിയുള്ള കാലത്ത് അറിവിന്റെ എല്ലാ ഫീൽഡിലേക്കും പോകാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. First I would like to invite Team B GUPS Chavara South from Kollam. We have to invite Team C St. Thomas HSS Nadavayal from Wayanad. Team D Village International School Kumaramangalam from Idukki. Team which is going to enter into the grand finale. Team A Bhavans Elamakara from Ernakulam. Amrita Vishwa Vidyapeetham IQA State Quizzing Championship Season 2 co-powered by KSFE. ഇതിലും തകർപ്പൻ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. സോ ഇറ്റ്സ് സ്നേഹിത് സർ, ജൂലിയറ്റ് സൈനിങ് ഓഫ്.